പത്രപ്രവർത്തക യൂണിയന്റെ ആസ്ഥാനമായ കേസരി മന്ദിരത്തിലാണ് ഈ മീറ്റ് ദ പ്രസ് നടന്നത്. ആ ഹോളിന്റെ ഡൈസിൽ ഒരു മഗ് വെള്ളം ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാധ്യമ പ്രവർത്തകർ കാണെ എടുത്ത് കൈ കഴുകിയതിനു ശേഷം ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം CPM-നെ തള്ളിപ്പറയുമായിരുന്നു. വെള്ളം അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് അദ്ദേഹം കൈ കഴുകിയില്ല എന്ന് മാത്രം. സ്വർണ്ണ കവർച്ച കേസിൽ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും അവരുടെ ഇഷ്ട തോഴനുമായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു ജയിലിലായി. ഒരു മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇന്ന് മുൻ പ്രസിഡന്റ് ആകും. പുതിയ പ്രസിഡന്റ് ചാർജ് എടുക്കുകയാണ്. ഇവർ രണ്ടുപേരും അറസ്റ്റ് കാത്ത് ക്യൂവിൽ കഴിയുകയാണ്. അതുപോലെ ED ഇടപെടുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കേസ് സംബന്ധിച്ച FIR നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സങ്കീർണമായ ഒരു സാഹചര്യത്തിന്, അതായത് തദ്ദേശ ഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു. അപ്പോഴാണ് ഈ സ്വർണ്ണക്കേസിലുള്ള ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് നടന്നു, ഇനി അറസ്റ്റുകൾ നടക്കാൻ പോകുന്നു, ED വരാൻ പോകുന്നു. ഇതുപോലെയുള്ള വളരെ സങ്കീർണമായ ഈ സാഹചര്യത്തിലാണ് CPI-യുടെ നേതാവ്, അല്ലെങ്കിൽ ഭരണമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ്, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ശബരിമല സ്വർണ്ണ കവർച്ച സംബന്ധിച്ച് അവരുടെ നയം വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത്.